പിണറായി മോദിക്കെതിരെ പറയാത്തതിൽ ഒരു അടവ് നയവും ഇല്ല എന്നാണ് എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചത്. പിണറായി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചതുപോലെ ആരും വിമർശിച്ചിട്ടില്ല. കോൺഗ്രസിനാണ് ബി.ജെ.പിയുമായി അന്തർധാര. മോദിയും രാഹുലും സതീശനും പറയുന്നത് ഒന്നാണ്. പൗരത്വ ഭേദഗതി നിയമം നല്ലതെന്ന് പറയുന്നത് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും പറയുന്നില്ല എന്നതാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട വിമർശനം. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് അത് അടവ് നയമാണ് എന്നതാണ്. അങ്ങനെ ഒരു അടവ് നയമാണോ അത്? ഒരടവ് നയവുമില്ല. സഖാവ് പിണറായി വിജയൻ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും വിമർശിച്ചതുപോലെയും സമരം ചെയ്തതുപോലെയും മറ്റൊരാളും ചെയ്തിട്ടില്ല. വെറുതെ വർത്തമാനം പറയില്ല മാത്രമല്ല, എല്ലാം കാതലായ അതിശക്തിയായ വിമർശനം തന്നെയാണ് CPM മുന്നോട്ട് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് BJP ആയിട്ട് ഒരു അന്തർധാരയെ പറ്റിയും അതവർക്ക് അന്തർധാര പറയണം. അവർക്കാണ് അന്തർധാരയുള്ളത്. ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി പറയുന്നതും രാഹുൽ ഗാന്ധി പറയുന്നതും വി.ഡി. സതീശൻ പറയുന്നതും സുധാകരൻ പറയുന്നതും എല്ലാം ഒരേ ലൈനാണ്. അത് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ്. ഒന്ന് പൂർണ്ണമായ ഹിന്ദുത്വം, മറ്റൊന്ന് മൃദു ഹിന്ദുത്വം. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന് ഒരു ദോഷവും ചെയ്യില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം, അത് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാവാനായിട്ടാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ക്ലോസ് അല്ല പ്രശ്നം. മതരാഷ്ട്രമാക്കാനുള്ള തയ്യാറെടുപ്പാണ്. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് വന്നാൽ മതരാഷ്ട്രം, ആ മതരാഷ്ട്രമാക്കാനുള്ള നിലപാടിലാണ് നമ്മൾ ശക്തിയായിട്ട് തീർക്കുന്നത്.